ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണിത്. ആക്ച്വലി ഇത് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പോസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാരണം, ഞാൻ പല പെൺകുട്ടികളെ ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കൂ. നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ പിറകെ പോയി നിങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങൾ തനിച്ച് ജീവിക്കൂ, അധ്വാനിച്ച് ജീവിക്കൂ, ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കൂ. റോഡിൽ നിന്നുകൊണ്ട് എത്രയോ പേര് വിൽക്കുന്നുണ്ട് പല കാര്യങ്ങൾ, അതായത് പല സാധനങ്ങൾ. ഇപ്പം മലക്കറിയോ പച്ചക്കറിയോ എന്ത് തന്നെയായാലും അത്യാവശ്യം ഫുഡ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതാണല്ലോ, അടുക്കളപ്പണി. അപ്പോൾ അത് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അതും കൊണ്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കുടുംബം നോക്കാനുള്ള വരുമാനം അതിൽ നിന്ന് വരും എന്നൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഇത്തരക്കാർ, ചില വ്യക്തികൾ വളരെ വൾഗറായി ആ പെൺകുട്ടികളെ അവഹേളിക്കുന്ന ഒരു രീതിയുണ്ട്. ആ പെൺകുട്ടി വളരെ വേദനയോട് പറയുന്ന ഒരു സീനാണ്, അത് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് എൻ്റെ കടേൻ്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ വൃത്തികെട്ട രീതിയിൽ മുഖം കൊണ്ട് അയാളെ നാവ് കൊണ്ടൊക്കെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അയാൾ വേറെന്തോ ചെയ്യണമെന്ന് വിചാരിച്ചത്, പിന്നെ കുറേ നേരമായിട്ട് അവിടെ നിന്നിട്ട് അയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള അയാൾ കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയുണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഷെയിമിടാൻ തോന്നിയത്. കാരണം ഇത്രയും നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വൃത്തികേട് ചെയ്യാനായിട്ട് ഇയാൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ധൈര്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ധൈര്യം കാണിച്ച ആളുടെ മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാട്ടെ. ഞാൻ എന്തായാലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയട്ടെ ഇവൻ എന്താ ഈ തെണ്ടിത്തരം ചെയ്തു എന്നുള്ളത്. ഞാൻ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കടയിൽ വന്നിട്ടുള്ളത്. ഈ കടൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ഘോഷിതരം കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഇങ്ങനെയുള്ള ഡാഷ് മക്കളെ എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുത്ത് അവനെ അകത്താക്കേണ്ടല്ലേ വേണ്ടത്. പക്ഷേ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ മകൻ പറഞ്ഞു വേണ്ട പറഞ്ഞ് തടഞ്ഞു നിർത്തിയതുകൊണ്ട് അവൻ്റെ വണ്ടിൻ്റെ നമ്പർ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അവൻ്റെ ഫോട്ടോയും അവൻ്റെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കടൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് എടുത്തത്. എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ അവിടെ പുറത്ത് അവിടെ കളിക്കും. അതായത് വീട്ടിൽ റോഡ് സൈഡൊക്കെയാണ് വീട്. അപ്പോൾ പിള്ളേർ അവിടെ കളിക്കുന്ന വിചാരിച്ചിട്ട് അവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യണത് തന്നെ. ഇത് കടയിൽ വന്നു കഴിഞ്ഞാൽ ഇവനെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ അവനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി ചെയ്യട്ടെ. ഇവിടെ വന്നിട്ടാണ് അവൻ ഓരോ തെണ്ടിത്തരം ചെയ്യുന്നത്. ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇവനെ ഞാൻ ഇനി എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായാലും എൻ്റെ കയ്യിൽ അവനെ കിട്ടാം. എൻ്റെ മുഖത്ത് നോക്കി 2 ചെരുപ്പൂരി തല്ലണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ ഓർത്തുകൊണ്ട്, കുട്ടികൾ വിചാരിച്ചുകൊണ്ട് എനിക്ക് എന്നെ പോകാൻ അവർ സമ്മതിച്ചില്ല. മക്കൾ പോകാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ പറ്റാണ്ടായത്. എന്തായാലും ഇത് എത്തേണ്ട അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഞാൻ അവൻ്റെ വൃത്തിയായിട്ട് ആ വീഡിയോ ഞാനിത് അവിടെ വെക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിക്ക് പ്രതികരിക്കാനും ധൈര്യം ഉണ്ടാകണമായിരുന്നു. എനിവേ, അത് പ്രതികരിച്ച രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യമാണ്, ഇവനെ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടിയെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റൗ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ, സ്പെസിഫിക് പോർഷനിൽ സ്റ്റൗ കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി വെള്ളം തിളപ്പിച്ചിരുന്നിരുന്നെങ്കിൽ, അത് എണ്ണയാണെങ്കിൽ പോലും എടുത്തങ്ങ് ഒഴിച്ചു കൊടുക്കുക. കോൺസിക്വൻസ് വരുന്നിടത്ത് വെച്ച് കാണാം. മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലെ വൾഗാരിറ്റി കാണിക്കുന്നവൻ്റെ അടുത്ത്. മുളക് പൊടി ഉണ്ടെങ്കിൽ എറിഞ്ഞു കൊടുക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പയ്യെ പുറത്തേക്ക് ഇറങ്ങി, ചേട്ടാ വാ ചേട്ടാ, ഈ പരിപാടിക്ക് ഞാൻ തയ്യാറ് തന്നെ എന്ന് പറഞ്ഞ് നൈസായിട്ട് ആ ചാവി അങ്ങ് ഊരിയെടുക്കുക. ജമ്മം ചെയ്താൽ കൊടുക്കരുത്. അടിച്ച് പൊട്ടിക്കാൻ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അവിടെ ആരും നിങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പോലീസ് 1-2 എന്തായാലും കൈമെനക്കെടുത്തും. കാരണം അമ്മ പെങ്ങന്മാരുള്ള പോലീസുകാരായിരിക്കുമല്ലോ വരുന്നത്. 2 പൊട്ടീരിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് കാണിക്കുക. നാക്ക് വലിച്ചെടുത്ത് കീറി അങ്ങ് വിട്ടുകൊടുക്കണം. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കേട്ടോ. അമ്മാതിരി ദേഷ്യം വരുന്നുണ്ട്. അടിച്ച് പൊട്ടിക്കേണ്ട കേസാണ് ഇതൊക്കെ. ഇവന്മാരെയൊക്കെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിനും 2 ഇതാണ്. ഡുവൽ ഫാദർ സിൻഡ്രം ഉള്ളവന്മാർ ഇതാ വരും, ഓടി വരും. അയ്യോ, ഒരിത്തിരി പോലും അങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞാൽ എന്താ, ആവശ്യത്തേക്ക് നോക്കാതിരുന്നാൽ പോരെ, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാക്കുന്നേ, ഇതൊക്കെയാണോ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്കിട്ടും തരാനായിട്ട് ആൾക്കാരുണ്ടാകും. ഇത് ഇങ്ങനെയുള്ള ചില വിക്രിയകൾ കാണിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഷോക്കാണ്. എന്താ ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ ആണ് എന്നൊരു തോന്നൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് സത്യമാണ്. അത് പെൺകുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ടുണ്ടാകും. ഐ ആൾസോ ഫീൽ ദ സെയിം. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ നോക്കുകയോ അങ്ങനെ ഒരു ടൈമിലേക്ക് നമ്മളെ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ അവസാനിപ്പിക്കാൻ തോന്നും. അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഓവർകം ചെയ്യണം. അങ്ങനെ പറയുന്നവരെ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടത് വളരെ വൾഗറായിട്ടാണ്. മുൻകാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. എൻ്റെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ നമ്പർ വെളിയിലാകാൻ പറ്റത്തില്ല. അയ്യോ, കോൾസ് കൊണ്ടൊരു ബഹളമായിരുന്നു. എങ്ങനെ അത് സ്റ്റോപ്പായി? ഇന്ന് ഒരാളുടെ നമ്പറിലേക്ക് അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവന് കൂടോടെ പൊക്കും പോലീസ് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ട് എന്താ, ശല്യം ചെയ്യത്തില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കയറി നെറ്റ് നമ്പരോ മറ്റോ ഒക്കെ വന്നാൽ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാം. പ്രതികരിക്കാൻ പഠിക്കാത്ത ഒരു പെണ്ണും രക്ഷപ്പെടത്തില്ല. പ്രതികരണമാണ് ഒരു പെണ്ണിൻ്റെ ആദ്യം വേണ്ട ആയുധം. പ്രതികരിച്ചു കൊടുത്തേക്കുക. ബാക്കിയുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇതൊക്കെ വാഴയാണ്.
അനുഭവിക്കുന്ന നമ്മളാണോ? നമുക്കിട്ടാണോ ഇവൻ കാണിക്കുന്നത്? ഈ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്കൊരു ദിവസത്തെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ കുട്ടി ഈ ദേഷ്യത്തിൻ്റെ പേരിൽ ഇതെടുത്ത് പബ്ലിക്കിലിട്ടു. ഈ കുട്ടിയുടെ മുഖം റിവീൽ ആവുകയും ചെയ്തിട്ടുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇതുമൊക്കെ എടുത്തു വെച്ചിട്ട് ആളുകൾ അതിനെ പറയാൻ ചാൻസ് ഒരുപാടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ്? അപ്പോൾ വിവേകത്തോടു കൂടി ഈ കാര്യം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്തും എടുത്തെറിയാം. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ കണ്ടു. എന്തെങ്കിലും എടുത്ത് അവൻ്റെ തലമണ്ട അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കണ്ടായിരുന്നു. അവൻ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നു. ഇതിനെ പിടിച്ചിട്ട് ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈർക്കിലിട്ടും, പച്ച ഈർക്കിൽ അതിനകത്ത് ഇത്തിരി പോലും മുളക് പൊടിയും ഉപ്പും തേക്കുക. എന്നിട്ട് ഇവൻ്റെ ഈ മൂത്രനാളിയിലേക്ക് ഇതങ്ങോട്ട് കുത്തിക്കയറ്റി കൊടുക്കുക. ദ ബെസ്റ്റ് റെമഡിയ. അതിൽ പരം ഒരു മെഡിസിൻ വേറെയില്ല. ഇതുകൊണ്ട് ചിന്തിക്കുകയും ഇതുകൊണ്ട് പ്രവർത്തിക്കുകയും ഇതിന് വേണ്ടിയാണ് സ്ത്രീ, അത് ഏത് സ്ത്രീയും എനിക്ക് അങ്ങനെ പറയാം എന്നാണ് ചിന്തിക്കുന്ന ഇത്തരം നാറികളെ, എത്രയോ നല്ല കുട്ടികൾ, എത്രയോ നല്ല പിള്ളേർ വഴി വീണ് ചത്ത് പോണം. ഇവൻ്റെ ഒന്നും തലയിൽ ഇടി വീഴുന്നില്ലല്ലോ. ഹെൽമെറ്റ് വെച്ചാലും ഇടി വീഴുകൂടാ നാറി. ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും ഇവൻ്റെ ആ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പറ്റുന്നവർ മാക്സിമം അതൊന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുക. നാറിയെ കണ്ടാൽ അറിയുന്ന, മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ട് ആ പെൺകുട്ടിക്ക് ആ വിവരം എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്കത് എന്നോട് ഷെയർ ചെയ്യാമെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ വിവരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഇത് കൊണ്ടു കൊടുക്കാം. കേസ് കൊടുക്കണം. കേസ് കൊടുക്കുക മാത്രമല്ല ഇവനെ പൊതുസമൂഹം കാണുന്ന രീതിയിൽ പോയി അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അവിടെയുള്ള നാട്ടുകാരെയും കൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതാണ് അവൻ നാക്ക് നീട്ടി കളിയാണ്. അതെന്തൊരു കളിയാണടാ അത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. അതെന്ത് കളിയാണത്? ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടം വരുമെന്നാ? എന്തൊരു വൈകൃതമുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയെന്നേ. ഏറ്റവും ഇൻറ്റിമേറ്റായി മനുഷ്യൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക് സ്പേസിൽ ചിലവന്മാരുണ്ട് തുണി പിടിഞ്ഞ് കാണിക്കും. കണ്ടാൽ ഛർദ്ദിക്കാൻ വരുമെന്നുള്ളതാണ് പെണ്ണിൻ്റെ സൈക്കോളജി. ഒരു പെണ്ണിനും ഇമാതിരി തോന്നിവാസങ്ങൾ നടുറോട്ടിൽ നിന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് കാണിക്കുകയോ ഒക്കെ ചെയ്താൽ തൊലി ഉരിയും എന്നതിനപ്പുറം ഒന്നുമില്ല. എന്തിനധികം നമ്മളുടെ ഓൺ പാർട്ട്ണർ ആണെങ്കിൽ പോലും ഇത്യാദി കാര്യങ്ങൾ ഇരുന്നുകൊണ്ട് കാണിച്ച് നമുക്ക് അയ്യേന്ന് ഫീൽ ചെയ്യും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. എനിക്ക് ബാക്കിയുള്ള പെൺകുട്ടികളെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്കും അങ്ങനെയാകാനാണ് ചാൻസ്. ഒരു അല്പം ബോധം ഉണ്ടെങ്കിൽ ഇമാതിരി തെണ്ടിത്തരം കാണിക്കത്തില്ല. അടിച്ച് പൊട്ടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ആ പാവപ്പെട്ട കുട്ടി ജീവിക്കാൻ വേണ്ടി കുട്ടികളെയും സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വന്ന് നിന്ന് ചെയ്യുന്നത്. ഒരു അല്പസാമാന്യ ബോധം ഉണ്ടെങ്കിൽ അതുങ്ങളെ പോയി ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു. ഇതിനൊക്കെ എത്രയും ഇവിടെ അവൈലബിലിറ്റി ഉള്ളതാണ്. മാർക്കറ്റിൽ പോയി നിന്നാൽ ഒരുപാടെണ്ണം അങ്ങനെ നിപ്പുണ്ട്. ട്രാൻസൊക്കെ പിന്നെ ഇതിനേ ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അങ്ങോട്ട് പോടാ, എന്താച്ചാ കാണിക്കേ. ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ എന്തിനെ ടാർഗറ്റ് ചെയ്യണോ? എന്തോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.